കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാതപ്രകൃതി ആളുകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിത്തപ്രകൃതി എങ്ങനെയാണ് എന്നാണ്. അവർ തേജസ്വി ആയിരിക്കും. അതായത് കാണുമ്പോൾ തന്നെ അവർ മുഖത്തൊരു ഐശ്വര്യമുള്ള ഒരു തേജസ് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അവരുടെ കണ്ണുകൾ, കൺപീലികളൊക്കെ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുക. കുറച്ച് ചെറിയ മീശ അല്ലെങ്കിൽ മുടി വളരെ കുറച്ചായിരിക്കും, മൃദുവായിരിക്കും. അതുപോലെ അവർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിയർക്കുന്നവരായിരിക്കും. ആ വിയർപ്പിന് ഒരു പ്രത്യേക ഒരു പൊതിഗന്ധം ഉണ്ടാവുകയും ചെയ്യും. വളരെ ചൂടുള്ള പ്രകൃതിക്കാരായിരിക്കും. ശരീരമായിക്കോട്ടെ, അവരുടെ സ്വഭാവമായിക്കോട്ടെ വളരെ ചൂടുള്ളതായിരിക്കും. ഈ പിത്തപ്രകൃതി ആളുകളുടെ ശരീരത്തിൽ മറുകുകൾ ധാരാളം ഉണ്ടായിരിക്കും. അതേപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തണുക്കുന്നവരും ആയിരിക്കും. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും. നല്ല ഗാംഭീര്യമുള്ള ശബ്ദമുള്ളവരായിരിക്കും. അത് എന്തിനും പേടിയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നവരായിരിക്കും ഈ പിത്തപ്രകൃതികൾ. ഇത്തരക്കാർ വളരെ മത്സരബുദ്ധിയുള്ളവരായിരിക്കും. അതുപോലെ തൊട്ടവാടികളും ആയിരിക്കും. പിന്നെ എന്തിനേയും എതിർത്ത് നിൽക്കാൻ അവർക്ക് പ്രത്യേക ഒരു ധൈര്യം ഉണ്ടായിരിക്കും. അവരുടെ ശരീരം വളരെ മിനുസമുള്ളതായിരിക്കും. ഒരു മോഡറേറ്റ് സൈസ് ആയിരിക്കും അവരുടെ ശരീരപ്രകൃതി ഉണ്ടാവുക. പെട്ടെന്ന് ദാഹിക്കുന്നവരായിരിക്കും അത്. അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥ, തണുപ്പുള്ള വെള്ളം, തണുപ്പുള്ള ഭക്ഷണം എന്നിവ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ പിത്തപ്രകൃതിക്കാർ. അതേപോലെ വാശി, ദുരഭിമാനം ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവര് എപ്പോഴും ടിപ് ടോപ്പ് ആയിട്ടായിരിക്കും പുറത്ത് നടക്കുന്ന. നല്ല രീതിയിൽ സ്വയം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവര്. ഇവരുടെ സ്വപ്നത്തിൽ സ്വാഭാവികമായിട്ടും പാമ്പ് അല്ലെങ്കിൽ തീ അല്ലെങ്കിൽ എന്തെങ്കിലും തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണാറുള്ളത്. കഫപ്രകൃതിയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കഫപ്രകൃതിയിലെ ആൾക്കാരുടെ സ്ഥിരമായിരിക്കും. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലെ കാണാൻ വളരെ സുന്ദരന്മാരോ അല്ലെങ്കിൽ സുന്ദരികളോ ആയിരിക്കും. കാണുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് ഫീലിംഗ് ആയിരിക്കും. അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ അംഗങ്ങളൊക്കെ വളരെ പ്ലസന്റും വളരെ ഓജസ് ഉള്ളതുമായിരിക്കും. അതുപോലെ വളരെ സ്നിഗ്ധമായിരിക്കും. വളരെ വഴുവഴുപ്പുള്ള ചർമ്മമായിരിക്കും. മുടിയാണെങ്കിൽ നല്ല കറുത്ത കളറിൽ നല്ല കേളി ആയിട്ടുള്ള മുടിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. എണ്ണ ഒലിക്കുന്നത് പോലുള്ള സ്കിന്നുള്ള ഇവർക്ക് കൂടുതൽ നേരം ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ നീണ്ട നഖങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ഗംഭീരമായിട്ടുള്ള ശബ്ദമായിരിക്കും. പക്ഷെ അവര് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അവര് വളരെ മടിയന്മാരാണെന്ന് തോന്നും. അത്രയ്ക്ക് സ്ലോ ആയിരിക്കും അവരുടെ ആക്ടിവിറ്റി. അവരുടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സമയമെടുത്താണ് അവർ കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥത ഉള്ളവരായിരിക്കും ഇവര്. സത്ത് ഗുണമുള്ള ആളുകളായിരിക്കും ഇവര്. അതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ ഒരു ഒരുപാട് കാലം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അതേപോലെ ക്ഷമയും ബുദ്ധിയും ഓർമ്മയും വളരെ മുൻപന്തിയിലായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതുപോലെ ദേഷ്യം പെട്ടെന്ന് വരാറില്ല. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് അവരൊരു ശത്രുത പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കും ഈ കഫപ്രകൃതിക്കാർ. വിശപ്പും ദാഹവും കഫപ്രകൃതിക്കാർക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ ഇവർ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ എങ്കിലും ഇവരുടെ ശരീരം വളരെ വണ്ണമുള്ളതായിരിക്കും. അതേപോലെ വിയർപ്പ് ഇവർക്ക് വളരെ അധികം കുറവായിരിക്കും. എരിവ്, ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. പാട്ട് അല്ലെങ്കിൽ ആർട്സ് എന്നീ വിഭാഗങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക്. അതേപോലെ അനുസരണശീലം ഇവർക്ക് വളരെയധികം കൂടുതലുമായിരിക്കും. ഇവരുടെ സ്വപ്നത്തിൽ കൂടുതലും ജലാശയങ്ങൾ, പുഴകൾ, കുളങ്ങൾ അല്ലെങ്കിൽ കുളത്തിൽ നീന്തുന്ന ആരയന്നങ്ങൾ ഇവയൊക്കെ ആയിരിക്കും കൂടുതലും കാണാറുള്ളത്.